ട്രെയിനിൻ്റെ മുകളിലൂടെ വളരെ സ്വാഭാവികമായി നടന്നു പോകുന്ന മനുഷ്യർ, ഇരുന്ന് പോകുന്ന മനുഷ്യർ, കിടന്നുറങ്ങി പോകുന്ന മനുഷ്യർ. ബംഗ്ലാദേശ് ട്രെയിനിനെ കുറിച്ചാണ് പറയുന്നത്. ധാക്കയിലെ റെയിൽവേ സ്റ്റേഷൻ നല്ല വൃത്തിയുള്ളതാണ്. ധാക്ക മാത്രമല്ല, രാജ്ഷാഹി, ചിറ്റഗോങ്, കോക്ക് ബസാർ, ഞാൻ കണ്ട എല്ലാ സ്റ്റേഷനും നല്ല വൃത്തിയുണ്ടായിരുന്നു. ടിക്കറ്റ് ഇല്ലാതെ ഒരാളെ പോയും പ്ലാറ്റ്ഫോമിലേക്ക് കടത്തിവിടില്ല. ആ ഉദ്യോഗസ്ഥനെ ശ്രദ്ധിച്ചോ? യാത്രക്കാരെ സഹായിക്കാൻ മാത്രമല്ല, ട്രെയിനിൻ്റെ മുകളിൽ കയറുന്നവരെ തടയാൻ വേണ്ടി നിൽക്കുന്നതാണ്. രണ്ടുപേരിങ്ങനെ അടിച്ചോടിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. മുകളിൽ കയറി യാത്ര ചെയ്യുന്നത് നിയമവിരുദ്ധമാണെങ്കിലും ഇന്നും ഇങ്ങനെ ചെയ്യുന്നവരുണ്ട്. അതിന് പ്രധാന കാരണം ഗതാഗത സംവിധാനങ്ങൾ കുറവാണ്, പിന്നെ ദാരിദ്ര്യവും. ഇപ്പോഴുള്ള ചെറുപ്പക്കാർക്ക് പക്ഷേ അത് സാഹസികതയാണ്. ഒട്ടുമിക്ക പ്രീമിയം ട്രെയിനുകളും ജനറൽ ക്ലാസ് ആയ ഷോവൻ ജനറൽ ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പം അത്തരം യാത്രക്കാരും ട്രെയിനിൻ്റെ മുകളിലാണ് കയറുക. ബജറ്റ് യാത്രക്കാർക്കുള്ള ഷോവൻ ചെയറിൽ കുറഞ്ഞ സ്റ്റാൻഡിങ് മാത്രമാണ് അനുവദിക്കുക. ഇതൊക്കെ പക്ഷേ പ്രധാന സ്റ്റേഷൻ വിടുന്നതുവരെ മാത്രമേ കാണുകയുള്ളൂ. ഗ്രാമപ്രദേശങ്ങളിൽ എത്തും തോറും ഷോവൻ ചെയറിലും ആൾ കയറും. ജനറൽ ഷോവൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ട്രെയിനിൻ്റെ മുകളിലും ധാരാളം ആളുകളുണ്ടാവും. മിക്ക ട്രെയിനുകളും ഡീസൽ എഞ്ചിനായതുകൊണ്ട് തന്നെ ഷോക്ക് അടിക്കുമെന്ന പ്രശ്നമില്ല. എങ്കിലും ട്രെയിനിൽ നിന്ന് വീണും പാലത്തിലിടിച്ചും ധാരാളം ആളുകൾ മരണപ്പെടുന്നു തുടർന്നപ്പോഴാണ് ഇത്തരം യാത്ര കോടതി ഇടപെട്ട് തടയുന്നത്. ഇന്നും ശരിക്കും ഇത് നിയമവിരുദ്ധമാണ്, പക്ഷേ ആളുകൾ യാത്ര ചെയ്യുന്നുണ്ടത് മാത്രം. ഇതുപോലുള്ള സമയങ്ങളാണ് ഇങ്ങനെ ട്രെയിനിൻ്റെ മുകളിൽ വലിയ തോതിലുള്ള യാത്രകൾ കാണാറുള്ളത്. അതിന് പ്രധാന കാരണം ഈ സിറ്റികളിൽ നിന്നും ഗ്രാമപ്രദേശങ്ങൾക്ക് ആളുകൾക്ക് എത്തിപ്പെടാനുള്ള മാർഗം ട്രെയിൻ ആയതുകൊണ്ട് തന്നെയാണ്.